ചേട്ടാ, ഞാൻ ഇന്നത്തെ ഈ കെ മുരളീധരൻ്റെ പ്രസ്താവന കേട്ട് ഞെട്ടിപ്പോയി. കാരണം സേവാഭാരതി നടത്തുന്ന പൊതിച്ചോറ് വിതരണമാകട്ടെ, ഉച്ചക്കഞ്ഞി വിതരണമാകട്ടെ, ഇതിനെയൊക്കെ ഒരു ആരോഗ്യമന്ത്രി ഇങ്ങനെ പരിഹാസ്യത്തോടെ അല്ലെങ്കിൽ അതാണ് പ്രശ്നം എന്ന രീതിയിൽ പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നു ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം കെ മുരളീധരൻ ഒരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കരുതുന്നില്ല. മറിച്ച് കെ മുരളീധരൻ വി ഡി സതീശനേക്കാൾ വലിയ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ പേരിടാൻ, രാജീവ് ഗാന്ധിയുടെ പേരിടാൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിടാനൊക്കെ കാത്തിരുന്നതാണ് കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരത്ത് വരുന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന്. ഇവരുടെ ആരുടെ അനുമതിയില്ലാതെ സ്വന്തം പിതാവായ കെ കരുണാകരൻ്റെ പേര് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് നൽകുന്നു. അവിടെ തുടങ്ങി സ്വന്തം തന്നിഷ്ടപ്രകാരം കാണിക്കുന്നു. കുറേ ഉപജാപക വൃന്ദങ്ങളുടെ ചുറ്റിലുമാണ് കെ മുരളീധരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു വിഷയത്തിൽ ചില പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ആലപ്പുഴയിലെ ആശുപത്രിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ലക്ഷക്കണക്കിന് രോഗികൾക്കാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സേവാഭാരതി അടക്കം ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു ചില സ്കീമുകളുണ്ട്. കേന്ദ്രാവിഷ്കൃതമായ ചില പദ്ധതികളുണ്ട്. പട്ടിണിരഹിത പദ്ധതി, കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കാൻ കേന്ദ്രം ആരോഗ്യ മേഖലയിൽ പണം കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പൊക്കെ സർക്കാർ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾക്ക് രാവിലെ ബ്രെഡ്, ഒരു ഗ്ലാസ് പാല്, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം, ഒരു മുട്ട, ഇതെല്ലാം കൃത്യമായി കിട്ടുമായിരുന്നു. ഇന്ന് ഏത് സർക്കാർ ആശുപത്രിയിൽ അത് കിട്ടുന്നുണ്ട്? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഹിതം പണം, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം, ഇത് ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇന്നത് പൂർണ്ണമായും നിലച്ച അവസ്ഥ. ഇത് നിലയ്ക്കുകയും ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം, ആശുപത്രികളുടെ ചുറ്റും അറക്കാൻ വേണ്ടി, അതായത് കഴുത്തറക്കാൻ വേണ്ടിയുള്ള ഹോട്ടലുകൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലും ജനറൽ ആശുപത്രിയുടെ മുന്നിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഊണിന് 150 മുതൽ 200 രൂപ വരെ ഈടാക്കുന്ന ഹോട്ടലുകളാണുള്ളത്. കാരണം കഴുത്തറപ്പൻ ഹോട്ടലുകളാണ്. ചില ബസ് സ്റ്റാൻഡുകളുടെ സമീപത്ത് ഓട്ടോ സ്റ്റാൻഡുണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ച് പറയുന്ന കഴുത്തറപ്പൻ സ്റ്റാൻഡ് എന്നാണ്. കാരണം അവിടെ കിടന്ന് ഓടുന്നവൻ ആ സ്റ്റാൻഡിൽ കിടന്നേ ഓടൂ. അവനിനി 10-500 വേറെ ഒരാൾ ഓട്ടം വിളിച്ചാൽ അവൻ പോകത്തില്ല. കാരണം ഇവിടെ ഒരു ഓട്ടം മതി. അപ്പോൾ അതുപോലെ കഴുത്തറപ്പൻ ഹോട്ടലുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയുടെ മുന്നിലുണ്ട്. അവിടെ 100 രൂപയും 150 രൂപയും കൊടുത്ത് ആഹാരം വാങ്ങിക്കുന്നതിനും ഈ കൂട്ടിരിപ്പുകാരന് അതേ പണം കൊടുത്ത് വാങ്ങിക്കുന്നതിനുള്ള കഴിവില്ലാത്ത സാഹചര്യത്തിലാണ് സേവാഭാരതി അടക്കം ഇത്തരത്തിലുള്ള അന്നദാന പരിപാടികളുമായി അല്ലെങ്കിൽ ഭക്ഷണ പരിപാടികളുമായി പോയത്. കേരളത്തിലെ ഒരു ആശുപത്രികൾക്ക് മുന്നിലും ഒരു അപകർഷത ബോധവുമില്ലാതെ ആളുകൾ ക്യൂ നിന്ന് വരി നിന്നത് വാങ്ങുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ റോഡിൻ്റെ വശത്താണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പുറത്താണ് വിതരണം ചെയ്യുന്നത്. ആലപ്പുഴ മാത്രം എവിടെ വസ്തു കയ്യേറിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കുറേ ഭാഗം കയ്യേറി ഇത്തരത്തിൽ ബാനർ കെട്ടി വലിയ പ്രകോപനം സൃഷ്ടിക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാമോ? കേരളത്തിലെ കുട്ടികൾക്ക് 2 നേരം പോഷകാഹാരം കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ദിവസവും 1 ഗ്ലാസ് പാലും 1 മുട്ടയും കൊടുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ആദ്യം മുട്ടയുടെ എണ്ണം കുറഞ്ഞപ്പോൾ മുട്ടയെ 2 ആക്കി, പുഴുങ്ങിയ മുട്ടയെ. അപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടിയതിൽ മഞ്ഞക്കരുവില്ലാതെ അതടിയായി. മഞ്ഞക്കരുവില്ലാത്ത മുട്ട വേണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. ഒടുവിൽ ആ മുട്ട പോലും പൂർണ്ണമായി നിർത്തി. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഓടുന്ന പലചരക്ക് കടയിലേക്കാണ്. സ്വന്തം വീട്ടിലെ പലചരക്കിൻ്റെ പണം കൊടുക്കാനല്ല, ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് മേടിച്ച പലചരക്കിൻ്റെ പണം കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വിതരണം നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ അധ്യാപകർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക്, അതായത് പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, അത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പൂർണ്ണമായും 2 നേരം ആഹാരം, ഉച്ചഭക്ഷണം കൊടുക്കണം. അതിന് കൃത്യമായ പ്ലാനുണ്ട്. മൺഡേ ചോറ്, അവിയൽ, പരിപ്പ്, ചൊവ്വാഴ്ച മറ്റു ചില കാര്യങ്ങൾ, ആഴ്ചയിൽ 1 ദിവസം മുട്ട, ആഴ്ചയിൽ 2 ദിവസം ഓരോ ഗ്ലാസ് പാല്. എവിടെയാണ് കൊടുക്കുന്നത്? ഇതൊന്നും കൊടുക്കാൻ കഴിയാതെ ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ഹൈക്കോടതി എടുത്ത് ഉടുത്തതാണ്. എന്തുകൊണ്ട്? കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നത്. ഈ സർക്കാരിനല്ല, കഴിഞ്ഞ സർക്കാരിനെ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം തുടർച്ചയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിനെ എടുത്ത് കളഞ്ഞതാണ്. അവിടെ നിന്നാണ് അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ കഴിയാത്തൊരു സർക്കാരാണ് ഇപ്പോൾ ആരുടെയൊക്കെയോ കാല് പിടിച്ചുകൊണ്ട്, ആരിൽ നിന്നൊക്കെയോ പൈസ തെണ്ടി വാങ്ങിക്കൊണ്ട് ഈ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അന്തസ്സായിട്ട് വാങ്ങിയവർ കഴിക്കുന്നുണ്ട്.
ഒരു ഹോട്ടലുകാരൻ്റെയും മുന്നിൽ പിച്ചെടുക്കാൻ പോലും നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഇത് ഈ കേരളത്തിലെ ഹോട്ടൽ മാഫിയയുടെ താല്പര്യമാണ്. അതായത് ഒരു ആശുപത്രിക്ക് മുന്നിൽ 500ഉം 1000ഉം 2000ഉം 5000ഉം അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് RCC ശ്രീചിത്ര ഇതിൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ പോയി കൊടുത്തിട്ടുള്ളതാണ്. 1000 ഊണ് കൊണ്ടുപോയാൽ നമ്മൾ ആ വണ്ടി നിർത്തി ഡോറ് തുറക്കുന്ന സമയത്തേക്ക് ക്യൂ ആണ്. ഈ 1000 ഊണും പോകും. അപ്പോൾ ഒരു ദിവസം എത്ര പേർ കൊടുക്കുന്നുണ്ടായിരിക്കും? സേവാഭാരതി അടക്കം കൊടുക്കുന്നത് 5000 മുതൽ മേളിലോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ 10000 ഊണുകൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ മാത്രം നഷ്ടപ്പെടുമ്പോൾ ഈ ഹോട്ടൽ മാഫിയയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്ര ലക്ഷം രൂപയുടെയാണ്? അത് കേരളത്തിൽ അങ്ങോളം വരുമ്പോൾ എത്ര കോടി രൂപയാണ്? അപ്പോൾ ഈ ഹോട്ടൽ മാഫിയ എല്ലാം ചേർന്ന് ചിലപ്പോൾ കെ മുരളീധരനെ സ്വാധീനിച്ചിരിക്കാം എന്നാണ് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത്. അല്ലാതെ ഇത്തരം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഞാൻ അംഗീകരിക്കില്ല, അതിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കെ മുരളീധരൻ്റെ കുടുംബ സ്വത്തല്ല, തറവാട് സ്വത്തല്ല, കെ കരുണാകരൻ്റെ തറവാട് സ്വത്തല്ല കേരളം എന്ന് തന്നെയാണ് പറയേണ്ടത്.